നീതി തന്നെ വേണ്ടത്. ആ ടീച്ചറിനെ സ്കൂളിൽ പുറത്താക്കണം. അത് വേണം. ഈ കുഞ്ഞിന്റെ ആത്മഹത്യയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? സ്കൂളിന് പുറത്തു വെച്ച് നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം സ്കൂളിനുണ്ടോ? വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് എന്തിനാണ് സ്കൂൾ ഇത്രയധികം മാനസിക സമ്മർദ്ദം നൽകുന്നത്? ക്ലാസ് ടീച്ചർ അവന് സൈബർ കുറ്റങ്ങളുടെ സീരിയസ്നെസ് പറഞ്ഞു കൊടുത്തതാണ് പോലും. അതായത് ഒരു ക്ലാസിന്റെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായി അവനെ കേസ് കൊടുക്കുമെന്നും 25,000 രൂപ ഫൈൻ വരുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഗുണദോഷത്തിന്റെ ഭാഗമാണല്ലോ. ഇതിനു പുറമെ അവനെ തനിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയതും ഗുണദോഷിക്കാനായിരിക്കും. മറ്റൊരു ടീച്ചർ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ ഈ കുട്ടിക്ക് വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ കുട്ടി സ്ഥിരമായി വീട്ടിൽ കതകടച്ച് ആത്മഹത്യാ ഭീഷണി നടത്തുമെന്നൊക്കെ പറയുന്നത് കേട്ട് സ്കൂൾ മാനേജ്മെന്റ് വെളുപ്പിക്കാനായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കണം. ഈ തരത്തിലുള്ള ക്രിമിനൽ ടീച്ചേഴ്സിനെ സമൂഹത്തിന് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കാണ് അയക്കുന്നത്, അല്ലാതെ ജയിലിലേക്കല്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടെ എത്ര ജീവനാണ് സ്കൂളിന്റെ പേരിൽ പൊലിഞ്ഞത്? മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ തയ്യാറാവുക. അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ പിറകിൽ പോയാൽ നഷ്ടം എന്നും നമ്മൾക്ക് മാത്രമായി തുടരും.